18ാം ലോക്സഭയുടെ ആദ്യ സമ്മേളനത്തിന് തുടക്കമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തു. പ്രോട്ടം സ്പീക്കറായ ഭർതൃഹരി മഹ്താബ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. नरेंद्र दामोदर दास मोदी जो लोकसभा का सदस्य निर्वाचित हुआ हूं, ईश्वर की शपथ लेता हूं कि मैं विधि द्वारा स्थापित भारत के संविधान के प्रति सच्ची श्रद्धा और निष्ठा रखूंगा. ഭരണഘടനയുടെ പതിപ്പുമായാണ് പ്രതിപക്ഷാംഗങ്ങൾ സഭയിലെത്തിയത്. രാധാമോഹൻ സിംഗ്, രാജ്നാഥ് സിംഗ്, അമിത്ഷാ തുടങ്ങിയവർ സത്യപ്രതിജ്ഞ ചെയ്തു. പ്രോട്ടം സ്പീക്കറുടെ പാനലിലുള്ളവരുടെ പേര് വായിച്ചപ്പോഴും ധർമ്മേന്ദ്ര പ്രധാന്റെ സത്യപ്രതിജ്ഞയ്ക്കിടെയും പ്രതിപക്ഷ പ്രതിഷേധമുയർന്നു. അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ തുടരുകയാണ്. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. ബൽറാം, ഇപ്പോൾ സഭാ നടപടികൾ ഏതു തരത്തിൽ പുരോഗമിക്കുന്നു? കേരളത്തിൽ നിന്നുള്ള എംപിമാരുടെയൊക്കെ സത്യപ്രതിജ്ഞ ചടങ്ങുകൾ അതെപ്പോഴാണ് ബൽറാം? ശ്രീലക്ഷ്മി, ഇപ്പോൾ അംഗങ്ങളുടെ കേന്ദ്രമന്ത്രിമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. കേന്ദ്ര സഹമന്ത്രിമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അല്പസമയത്തിനകം തന്നെ സത്യപ്രതിജ്ഞ ചെയ്യും എന്നാണ് നിലവിലെ സമയക്രമത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് രാവിലെ 11 മണിക്ക് തന്നെ സഭാ നടപടികൾ ആരംഭിച്ചു. അതിനു മുമ്പായി പ്രോട്ടം സ്പീക്കർ സത്യപ്രതിജ്ഞ ചൊല്ലി. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൽ നിന്നാണ് രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ പ്രോട്ടം സ്പീക്കർ സത്യവാചകം ഏറ്റുചൊല്ലിയത്. തുടർന്ന് സഭയിലെത്തിയ അധ്യക്ഷൻ രാഹുൽ ഗാന്ധി വയനാട് മണ്ഡലത്തിൽ നിന്നും രാജിവെച്ചതായി സഭയെ അറിയിച്ചു. തുടർന്ന് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ ആരംഭിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ആദ്യം സത്യപ്രതിജ്ഞ ചൊല്ലിയത്. അതിനുശേഷം പിന്നീട് പ്രോട്ടം സ്പീക്കറുടെ പാനലിനായി രാഷ്ട്രപതി ശുപാർശ ചെയ്ത അംഗങ്ങളുടെ പേര് വിളിച്ച് സത്യപ്രതിജ്ഞയ്ക്കായി ക്ഷണിച്ചെങ്കിലും ഈ പാനലിൽ ഉൾപ്പെട്ട കൊടിക്കുന്നിൽ സുരേഷ്, സുദീപ് ബന്ദോപാധ്യായ അടക്കമുള്ള പ്രതിപക്ഷ അംഗങ്ങൾ ഈ സത്യപ്രതിജ്ഞ ചൊല്ലാൻ എത്തിയില്ല. 2 BJP അംഗങ്ങൾ മാത്രമാണ് സത്യവാചകം ചൊല്ലിയത്. പ്രധാനമന്ത്രിക്ക് ശേഷം പിന്നീട് മന്ത്രിസഭയിലെ ഈ സീനിയോറിറ്റി അനുസരിച്ച് രാജ്നാഥ് സിംഗ്, അമിത്ഷാ എന്ന ക്രമത്തിലാണ് സത്യപ്രതിജ്ഞ ചൊല്ലിയത്. ഘടകകക്ഷി അംഗങ്ങളിൽ നിന്നും HD കുമാരസ്വാമിയാണ് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തത്. പിന്നീട് HAM അധ്യക്ഷൻ ജിതിൻ റാം മഞ്ചി സത്യപ്രതിജ്ഞ ചെയ്തു. മറ്റ് കേന്ദ്രമന്ത്രിമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ പൂർത്തിയായ ശേഷം പിന്നീടാണ് കേന്ദ്ര സഹമന്ത്രിമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടക്കുന്നത്. കേരളത്തിൽ നിന്നുള്ള മറ്റംഗങ്ങൾ, സുരേഷ് ഗോപി ഒഴികെയുള്ള മറ്റംഗങ്ങളുടെ സത്യപ്രതിജ്ഞ ഇന്ന് വൈകിട്ട് 4 മണി മുതൽ 5 മണി വരെ എന്ന തരത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. സംസ്ഥാനങ്ങളുടെ അക്ഷരമാലാക്രമത്തിലാണ് ഈ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടത്തുന്നത്. കേന്ദ്രമന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ ചടങ്ങുകൾ പൂർത്തിയാക്കിയ ശേഷം വെച്ച് ആരംഭിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയായിരിക്കും ആദ്യം നടക്കുക. കേരളത്തിൽ നിന്നും ശശി തരൂർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യില്ല. അദ്ദേഹം വിദേശത്തായതിനാലാണ് അദ്ദേഹം ഇന്ന് സത്യപ്രതിജ്ഞയ്ക്ക് എത്താത്തത്. മറ്റ് ചടങ്ങുകൾ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടെ ഈ പ്രോട്ടം സ്പീക്കറുടെ പാനലിലുള്ള അംഗങ്ങളുടെ പേര് വായിച്ച ഘട്ടത്തിൽ പ്രതിപക്ഷ നിരയിൽ നിന്നും ബഹളം ഉയർന്നു. അതിൽ കൊടിക്കുന്നിൽ സുരേഷ്, മുതിർന്ന അംഗമായ കൊടിക്കുന്നിൽ സുരേഷിനെ ഒഴിവാക്കിക്കൊണ്ട് BJP അംഗമായ ഭർതൃഹരി മഹ്താബിനെ പ്രോട്ടം സ്പീക്കറാക്കുന്നതിലുള്ള എതിർപ്പ് നേരത്തെ തന്നെ പ്രതിപക്ഷം പ്രകടിപ്പിക്കുകയും അതിന്റെ ഭാഗമായി പാനലിൽ നിന്ന് വിട്ടു നിൽക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. അതിന്റെ തുടർച്ചയായാണ് സ്പീക്കർ പേര് വിളിച്ച ഘട്ടത്തിൽ പ്രതിഷേധം ഉണ്ടായത്. തുടർന്ന് പിന്നീട് വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ സത്യപ്രതിജ്ഞ ചൊല്ലാൻ എത്തിയപ്പോൾ നീറ്റ് മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് പ്രതിപക്ഷം പ്രതിഷേധിച്ചു. ഇത്തരത്തിൽ നീറ്റ് അടക്കമുള്ള വിവിധ വിഷയങ്ങൾ കേന്ദ്ര സർക്കാരിനെതിരെ ഈ ആദ്യ സമ്മേളനത്തിൽ തന്നെ ആയുധമാക്കാൻ വെച്ച് തന്നെയാണ് പ്രതിപക്ഷം ഇത്തവണ സമ്മേളനത്തിനായി എത്തിയിരിക്കുന്നത്. ഇപ്പോൾ കേന്ദ്രമന്ത്രി ശോഭാ കരന്തലജെ സത്യപ്രതിജ്ഞ ചൊല്ലിയിരിക്കുകയാണ്. മറ്റ് കേന്ദ്രമന്ത്രിമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ പുരോഗമിക്കുന്നു. സുരേഷ് ഗോപിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് അല്പസമയത്തിനകം തന്നെ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റ് കേന്ദ്രമന്ത്രിമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ പൂർത്തിയാക്കി ഉച്ചയോടെ തന്നെ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അംഗങ്ങളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ ആരംഭിക്കും എന്നാണ് നിലവിലെ സമയക്രമത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്പീക്കർ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള ബൽറാം, 18ാം ലോക്സഭയുടെ ആദ്യ സമ്മേളനത്തിന് തുടക്കമായിരിക്കുന്നു. കേന്ദ്രമന്ത്രിമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ തുടരുകയാണ്. കേരളത്തിൽ നിന്നുള്ള അംഗമായ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ അല്പസമയത്തിനകം തുടങ്ങും. കേരളത്തിൽ നിന്നുള്ള മറ്റംഗങ്ങളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ ഉച്ചയ്ക്ക് ശേഷം 4 മണിയോടെയായിരിക്കും തുടങ്ങുക.